ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്കിങ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ചെറുതുള്ളി മിക്സിയിലിട്ട് ചതച്ചിട്ട് എണ്ണയിലിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്യാം. നല്ലോ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട എല്ലാം ഉണ്ട്. ഇതൊന്ന് നോക്കട്ടെ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെന്താ പച്ചമുളക് മൂന്നും കൂടി ഒരുമിച്ചിട്ട് ചതച്ചതാണ് കേട്ടോ. മിക്സിയിലിട്ട് ചതച്ചതാണ്. ഇപ്പോൾ ഇതെല്ലാം മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ഒന്ന് മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലോട്ട് 1.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അരപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു 1/2 കിലോ ബീഫ് വരത്തില്ല കേട്ടോ. ഇത് ഒരു 1/4 കിലോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ശകലം കൂടെ കൂടുതലേ കാണത്തുള്ളൂ ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കുക്കറിലിട്ട്. ഇനി നമുക്ക് ഈ ബീഫ് ആദ്യം അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫൊക്കെ അരപ്പിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ബീഫെല്ലാം നന്നായിട്ട് അരപ്പിൽ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബീഫ് വേവിച്ച അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ബാക്കി തന്നെ ആ സ്റ്റോക്കിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. മൊത്തത്തോടെ ചേർക്കേണ്ട ആവശ്യമില്ല, ചേർത്താൽ മതി. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ബീഫൊക്കെ ഇപ്പം എല്ലാം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലൈസ് കൂടി ചേർത്തിട്ടുണ്ട്, അതായത് വറ്റൽമുളക് ചതച്ചത്. അപ്പോൾ ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ വെളിച്ചെണ്ണയും എണ്ണയൊക്കെ ഇട്ട സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ഇടാണ്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുകും കറിവേപ്പിലയും ഇട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് അങ്ങനെ ഇതിലോട്ട് ഒഴിക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടിപൊളി സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ബീഫ് ഫ്രൈ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കൊള്ളാമല്ലേ കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. See you next video. Bye bye.